പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ശബരിമലയിലേക്ക് മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപ്തിയാകും. ഇന്ന് രാവിലെ 10 മണിക്കും 11:30 മണിക്കും ഇടയിൽ മണ്ഡലപൂജ നടക്കും. ഇന്നലെ ദീപാരാധന മുതൽ വൻ ഭക്തജന തിരക്കാണ്. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് രാത്രി 11 മണിക്ക് ഹരിവരാസനമ്പാടി നടയടയ്ക്കും. ഈ മാസം 30-ന് വൈകുന്നേരം 5 മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. രാഹുൽ സുരേഷ് സന്നിധാനത്തു നിന്നും നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കെന്ന് അറിയുന്നു. പമ്പയിലും നിലയ്ക്കലും എരുവേലിയിലും ഒക്കെ തന്നെ വൻ തിരക്കാണ്. സുരക്ഷിതമായി ആളുകൾക്ക് ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യം ശബരിമലയിൽ നിലനിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനം ഇന്ന് അവസാനിക്കുകയാണ്. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് മണ്ഡല പൂജ നടക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ വൈകിട്ടോടുകൂടി സന്നിധാനത്തെത്തി. അതിനുശേഷം ദീപാരാധന ഉൾപ്പെടെ നടന്നിരുന്നു. നിലവിൽ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 11:30 വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാകുക. ഇന്ന് മണ്ഡല പൂജയുടെ ഭാഗമായി 9:45 വരെയായി നെയ്യഭിഷേകം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം 10:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് മണ്ഡലപൂജ നടക്കും. ഇന്ന് രാത്രി ഹരിവരാസനമ്പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാണ് ഈ അവസാന ദിവസവും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും ഉൾപ്പെടെ വലിയ തീർത്ഥാടകരുടെ തിരക്കുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും നമ്മൾ കണ്ട തിരക്ക് എങ്ങനെയാണോ അതിന് സമാനമായ തിരക്കാണ് ഇന്നുമുള്ളത്. കാരണം ഇന്ന് അവസാന ദിവസമായ പരമാവധി ആളുകൾ സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു തിരക്കിൽ കൂടിയാണ്. കടുത്ത നിയന്ത്രണം തീർത്ഥാടകർക്ക് ഇന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു പരിധിക്കും അപ്പുറം ആളുകളെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തീർത്ഥാടനം അസാധ്യമാകും. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്നാണ് പോലീസും ദേവസ്വം ബോർഡും ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനോട് പരമാവധി തീർത്ഥാടകർ സഹകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഏതാണ്ട് 7 മണി വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 25,000-ലധികം ആളുകൾ ദർശനം നടത്തി കഴിഞ്ഞു. ഇനിയും കൂടുതൽ ആളുകൾ, അതായത് സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ വലിയൊരു നിരയുണ്ട്. ഏതാണ്ട് 20,000 മുതൽ 30,000 വരെ ആളുകൾ ഇപ്പോഴും ഈ സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെയുള്ള ക്യൂവിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അവർക്കെല്ലാം ഇന്ന് ദർശനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ മണ്ഡലകാലത്ത്, അതായത് ഇന്ന് രാത്രി 11 മണിക്ക് മുമ്പ് ദർശനം സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്താണെങ്കിലും പോലീസ് പരമാവധി ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഹരിവരാസനമ്പാടി നടയടയ്ക്കും. അതിനുശേഷം മകരവിളക്കിനായി 30-ാം തീയതിയാണ് വീണ്ടും നട തുറക്കുക. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. അതിനുശേഷം ജനുവരി 20-ന് വീണ്ടും നടയടയ്ക്കും. ആ രീതിയിലാണ് ക്രമീകരണം പോകുന്നത്. ഇന്നും വെർച്വൽ ക്യൂ വഴി 70,000-ലധികം ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് 64,000 ആളുകളായിരുന്നു വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 75,000-ഓളം ആളുകൾ ഇന്നലെയും ദർശനത്തിനെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇന്നും കൂടുതൽ തിരക്കുണ്ടാകുമെന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് SKN പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഉള്ളത്. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. ശബരിമല സന്നിധാനത്ത് നിന്നാണ് രാഹുൽ നമുക്കൊപ്പം ചേർന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത്. തിരക്കൊക്കെ ഇന്നോടെ തീരുമാനിക്കും. കാര്യം ഇന്ന് മണ്ഡലകാലത്തിൻ്റെ പൂജാവിധികളൊക്കെ കഴിഞ്ഞ് നടയടയ്ക്കും. ഹരിവരാസനമ്പാടി നടയടയ്ക്കുമെന്നാണ് ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.